മാങ്ങ വെച്ചിട്ടുള്ള പലതരം വിഭവങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മാങ്ങ വെച്ചിട്ടുള്ള കറിയും ഡെസേർട്ടും അതുപോലെ ഡ്രിങ്കും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ചൂടോടെയും തണുപ്പിച്ചും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഏതാണോ വേണ്ട അതുമാത്രം നിങ്ങളെടുത്ത് കണ്ടാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇഷ്ടമുള്ളത് എടുത്ത് കാണാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് മാങ്ങ വെച്ചിട്ടുള്ള നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള 2 മാങ്ങ ഒന്ന് ബ്ലെൻഡറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് പിന്നെ പഞ്ചസാര 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ, 1/4 കപ്പിനേക്കാൾ ഒരു ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പൊന്നും വേണ്ട. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ചെറിയ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞ് മാങ്ങയും പഞ്ചസാരയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. നല്ലോണം അങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണമെന്നില്ല കേട്ടോ. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് പാലാണ്. പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 കപ്പ് പാലാണ് ഈ ഒരളവിൽ. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം പാല് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോഴേക്കും ഇതിലോട്ട് ഫ്ലെയിം ഒന്ന് കുറക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതിലോട്ട് നമ്മൾ ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ചവ്വരി 2 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലാണ് ഞാൻ കുതിർത്ത് വെച്ചത്. കഴുകി എടുത്തിട്ട് കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാ 1/4 കപ്പോളം കുതിർത്ത് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിക്കാത്ത ചവ്വരിയാണ്. ഇനി ഇത് പാലിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചവ്വരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിന് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ഇനിയാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇനി ഇത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെന്തൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഉടഞ്ഞിട്ടൊന്നുമില്ല, പാകത്തിനുള്ള വേവാണ്. ഉടയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ഒരു പാകത്തിന് വേവാകുമ്പോൾ ഇതിലോട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ടാണ് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞത് വീണ്ടും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ചവ്വരി പാലിനെ വേവിക്കുമ്പോൾ പാല് കുറച്ച് തിക്കായിട്ടൊക്കെ വരും. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ വേവിച്ച മാംഗോ പ്യൂരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ഇനി തിളപ്പിച്ചെടുക്കണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി തിളപ്പിച്ചെടുക്കണമെന്നില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി നല്ലോണം ഇത് തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി തിളപ്പിച്ച പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പാകത്തിനുള്ള തിക്നെസ്സാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓവറായിട്ട് തിക്കായിട്ടല്ല. നിങ്ങൾക്ക് നല്ലോണം തിക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഞാനിപ്പോൾ ഇതിലോട്ട് വീണ്ടും ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് അതുപോലെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചവ്വരിയൊക്കെ ചേർത്ത കൊണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുങ്കുമപ്പൂവാണ്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയാണ് കേട്ടോ ഇത്. അതുപോലെ നമ്മൾ നേരത്തെ പൾപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 2 മാങ്ങ വെച്ചിട്ടാണ്. വലിയ മാങ്ങയാണെങ്കിൽ ഒരെണ്ണൊക്കെ എടുത്താൽ മതി. ഇതിലോട്ട് അരിഞ്ഞ് ഇട്ട് ഇപ്പോൾ അവസാനമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് വലിയ മാങ്ങയാണെങ്കിൽ ഫുള്ളായിട്ടൊന്നും വേണമെന്നില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വലിയ മാങ്ങയാണെങ്കിൽ അതിന് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുമല്ലോ. ഒരു പകുതിയൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ. ചെറിയ മീഡിയം സൈസിലുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഫുള്ള് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ്. അധികം ചിലവും പണിയൊന്നും ഇല്ലാത്തൊരു മാങ്ങ മാത്രം കയ്യിലുണ്ടെങ്കിൽ ചവ്വരിയും മാങ്ങയും പിന്നെ ഇതിലോട്ട് മിൽക്ക് മെയ്ഡോ വേറെ കുറേ കാര്യങ്ങളോ ഫ്രഷ് ക്രീമോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ തണുപ്പിച്ചായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇനിയിപ്പോൾ ചൂടോടെ വേണമെങ്കിൽ ചൂടോടെയും സെർവ് ചെയ്യാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് നല്ല പഴുത്ത കുറച്ച് പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ വലിയ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അണ്ടി കളയേണ്ടതൊന്നും വേണ്ട. അണ്ടിയോട് കൂടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറിയ മാങ്ങ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞിട്ട് ഒരു 4 ചെറിയ മാങ്ങ ഒക്കെ എടുത്താൽ മതി. 4ഓ 5ഓ എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്
പച്ചമുളകാണ്. ഇപ്പോൾ ക്രഷ് ചെയ്ത പച്ചമുളകൊന്ന് 2-3 പച്ചമുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് വടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരും. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് 1.5 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ അമർത്തി അങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടല്ല കേട്ടോ. ജസ്റ്റ് 1.5 കപ്പ് എടുത്താൽ മതി ഒരു കപ്പിൽ. അല്ലെങ്കിൽ ഒരു ചെറിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു പകുതി തേങ്ങ മതിയാകും. 1 മുറി തേങ്ങ മതിയാകും കേട്ടോ, ചെറിയ തേങ്ങ. അതുപോലെ കുറച്ച് വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ 1 മുറി തേങ്ങ ഫുള്ളായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട, പകുതിയേക്കാളും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച മാമ്പഴം നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല പാകത്തിന് വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള വെള്ളവും കൂടെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഇച്ചിരി വെള്ളം ഈ ഒരു ബ്ലെൻഡറിലോട്ട് ചേർത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷമാണ് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തിട്ട് പിന്നെ അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഈ ഒരു സമയത്ത് പാകത്തിനാക്കിയെടുക്കുക. ഇനി നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് നേരത്തെ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് നല്ല മഞ്ഞ കളറിലുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളക്കുമ്പോഴേക്കും കുറച്ചും കൂടെ ഇതിനേക്കാളും കളറുണ്ടാവും. ഇതിപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് തൈര് അതിലുള്ള കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഒരു ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1.5 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു തൈരും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. തിളപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് തിള വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വറവിടാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ എടുക്കുന്ന മാമ്പഴത്തിന് മധുരം പോരാ എന്നുണ്ടെങ്കിൽ ഒരു 2-3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മധുരവും പുളിയും ഒക്കെയുള്ള കറിയാണല്ലോ പുളിശ്ശേരി എന്ന് പറയുന്നത്. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് വറവിടാം. അപ്പോൾ ഇത് വേറൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇനി ഇതിലോട്ട് വറവിടാം. അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടൊന്ന് മുരിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് 1-2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ കളറൊക്കെ മാറി ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി എടുത്താൽ മതി. ഒരു വലിയ മാങ്ങ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ എല്ലാം അതുപോലെ തന്നെ പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ, പഴുത്ത ഒരു മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിൾ എടുത്താൽ മതി.
ഇനി വേണ്ടത് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ പാൽ ചേർത്തിട്ട് ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്യാതിരിക്കുക, ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാറുണ്ട്. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കട്ട പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള 2 ഗ്ലാസ്സാണ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിൾ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പാകത്തിനുള്ള മധുരമാണ് കേട്ടോ 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും സെയിം 1/4 കപ്പ് ചോപ്പ് ചെയ്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങ. ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു 1/4 കപ്പോളം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മീഡിയം സൈസിലുള്ള മാങ്ങ എടുത്താൽ മതി. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ സെയിം 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിലോട്ടും നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് വീണ്ടും വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് പാല് ചേർക്കുന്നില്ല കേട്ടോ, വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിലോട്ടൊരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 1/4 കപ്പായിരുന്നു ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ 1/4 കപ്പ് മൊത്തത്തിൽ 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ പഞ്ചസാരയും കൂടെ കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ പാലൊന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാംഗോ ലസ്സിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ബ്ലെൻഡ് ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് തൈരാണ്. അപ്പോൾ തൈരും 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാംഗോ ലസ്സി. പിന്നെ നിങ്ങൾ മോര് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മോര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ പഞ്ചസാര കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തൈര് ആയതുകൊണ്ട് ഞാൻ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളവും പഞ്ചസാരവും കൂടെ കൂട്ടി കൊടുത്താൽ മതി. പക്ഷേ ഇത് പാകത്തിനുള്ള തിക്നെസ്സാണ്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ, ഏത് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുമ്പോഴും. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ഇച്ചിരി പിസ്ത ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ ലസ്സിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാംഗോ ലെമൺ മിൻറ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ എടുക്കുന്നെങ്കിലും നല്ല പുളിയുള്ള മാങ്ങ എടുക്കുക. അതുപോലെ സെയിം പച്ചമാങ്ങ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും 1/4 കപ്പോളം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ്. ഇനി ഇതിലോട്ട് വേണ്ടത്, ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾ ചേർക്കുന്നെങ്കിൽ തന്നെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്, ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഓപ്ഷണലാണ്.
പിന്നെ ഇതിലോട്ട് വേണ്ടത് പുതിന ലീഫാണ്. പുതിന ലീഫ് ഒരു 4-5 ലീഫ് മാത്രം മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയും കൂടെ വേണ്ട കേട്ടോ, അതിനേക്കാളും കുറവായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഏകദേശം 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരും. ഇനി വേണ്ടത് ഒരു നുള്ള് ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് ബ്ലെൻഡ് ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതുപോലെ പച്ചമുളക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തികച്ചും ഓപ്ഷണലാണ്. സാധാരണ പച്ചമുളക് ചേർത്ത് കൊടുക്കാറില്ല. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് പച്ചമുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചേർക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടൊന്നും അല്ല നമ്മൾ കഴിക്കുന്നത്, നല്ലോണം ലൂസാക്കി എടുത്തിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ മോജിറ്റോ ചെയ്യുന്ന രീതിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പും സോഡയും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് മുമ്പ് പാഷൻ ഫ്രൂട്ട് വെച്ച് ചെയ്തിട്ടുണ്ടായിന്. ആ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ വീണ്ടും വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പഞ്ചസാരയുടെ അളവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല പാകത്തിന് മധുരവും പുളിയും ഒക്കെ കൂടെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ ലെമൺ മിൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാംഗോ മസ്താനിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. ഇനി പാകത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നല്ല തണുത്ത പാല് 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരളവിൽ 1 സ്കൂപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. കൂടുതൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഐസ്ക്രീമും കൂടുതൽ ചേർത്ത് കൊടുക്കാം, മാങ്ങ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ. ഇനി ഇത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് ഐസ്ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് വനില ഐസ്ക്രീമിന് പകരം മാംഗോ ഐസ്ക്രീം എടുക്കാം കേട്ടോ. ഞാൻ വനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ മസ്താനിയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 1 സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല കളർഫുള്ളായിട്ട് ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കളർഫുള്ളായിട്ട് കിട്ടും. ഇതിലോട്ട് ഞാനിപ്പോൾ പിസ്ത ക്രഷ് ചെയ്തത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ മസ്താനിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാംഗോ വെച്ചിട്ടുള്ളൊരു പായസമാണ്. ഒരു വെറൈറ്റി പായസമാണ് കേട്ടോ. കസ്റ്റർഡ് പൗഡറൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 3 കപ്പ് പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് പാലെടുത്തിട്ട് ഈ ഒരു കസ്റ്റർഡ് പൗഡർ ആദ്യം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ വെനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. 3 കപ്പ് പാലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3/4 ലിറ്റർ പാലാണ് കേട്ടോ 3 കപ്പ്. 1/2 ലിറ്റർ പാല് 2 കപ്പാണ്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലോട്ട് കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നന്നായി തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു വലിയൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 കപ്പോളം മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച മാങ്ങ ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ വേവിച്ച സാഗോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കുതിർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. അതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ച കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോപ്പ് ചെയ്തിട്ട് പിസ്ത അതുപോലെ കശുവണ്ടി ഒക്കെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. ഇനി ഇത് നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സാഗുയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനൊരു രസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ജെല്ലി വെച്ചിട്ടുള്ളൊരു സൂഫ്ലയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാംഗോ ഫ്ലേവറിലുള്ള ജെല്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. പിന്നെ ഇതിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ എത്രയാണ് ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ചൈന ഗ്രാസ് ജെലറ്റിനൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ജെലറ്റിന് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജെലറ്റിനും കൂടെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് നന്നായി തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷേ ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രാത്രി ഫുള്ള് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെക്കണം. ഫ്രീസറിലാണെങ്കിൽ അത്രയും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മണിക്കൂർ വെച്ചാൽ മതി. ഇപ്പോൾ താഴത്തെ തട്ടിലാണെങ്കിൽ ഒരു രാത്രി ഫുള്ള് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ബാക്കി വെക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് അരക്കപ്പോളം ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് ബാക്കിയുള്ള ഈ ഒരു ജെല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മാംഗോ പൾപ്പ്, ഒരു 1/4 കപ്പോളം മാംഗോ പൾപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് പൾപ്പ് ചേർത്തത്. ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് 1/2 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു ജെല്ലി നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു രാത്രി ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ജെല്ലി. ഇതിൽ ജെലാറ്റിനാണ് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇതിലോട്ട് ചൈന ഗ്രാസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നേരം ഇത് പുറത്ത് വെക്കണ്ട. നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ക്രീമിലോട്ട് അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തണുത്തിരിക്കുന്ന ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇത് വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യുക ഏതാ ഇഷ്ടമായെന്നൊക്കെ. എല്ലാം ഓരോന്നിനും ഓരോ ഫ്ലേവറാണ്, ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ഏതാ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, അത്രക്കും ഡിഫറെൻ്റ് ഉണ്ട് ഓരോന്നും. അപ്പോൾ ഏത് ഫ്ലേവർ ജെല്ലി വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം. നിങ്ങൾ ഏത് ഫ്ലേവറാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഫ്രൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം, ഈ ഒരു ജെല്ലി വെച്ചിട്ടുള്ള സൂഫ്ലെ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.